അടുത്തതായി നമുക്ക് നോക്കേണ്ടത് വളരെ പ്രധാനപ്പെട്ട നീറ്റിന് എപ്പോഴും ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ഒരു ഭാഗമാണ്. എല്ലാവർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വിഷയം മോഷൻ ഓഫ് എ ബോഡി ഓൺ ആൻ ഇൻക്ലൈൻഡ് പ്ലെയിൻ. ലോസ് ഓഫ് മോഷൻ എന്ന ചാപ്റ്ററിലാണ് ഇത് വരുന്നത്. അപ്പോൾ വളരെ സിമ്പിളായിട്ട് ഈ കോൺസെപ്റ്റ് മനസ്സിലാക്കി 1-2 ഫോർമുലാസ് ഓർത്ത് വെച്ച് കഴിഞ്ഞാൽ എൻട്രൻസ് എക്സാമിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം നമുക്ക് ഈസി ആയിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഇതിൽ വരുന്ന ഫോർമുലാസ് എഴുതി പഠിക്കുക, കോൺസെപ്റ്റ് നന്നായിട്ട് മനസ്സിലാക്കുക, നീറ്റിന് ചോദിച്ചിട്ടുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ചെയ്ത് പഠിക്കാം. നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. ഇതൊരു ഇൻക്ലൈൻഡ് പ്ലെയിൻ ആണ്. ഇതിൻ്റെ ആംഗിൾ ഓഫ് ഇൻക്ലിനേഷൻ തീറ്റ ആണ്. ഇവിടെ ഒരു ബോഡി വെച്ചിരിക്കുകയാണ്. ആ ബോഡിയുടെ മാസ് എം. അപ്പോൾ അതിൻ്റെ വെയിറ്റ് വെർട്ടിക്കലി ഡൗൺവേർഡ് ഡയറക്ഷനിൽ ആക്ട് ചെയ്യും. ബോഡിയുടെ വെയിറ്റ് എം ജി എന്ന് നമുക്ക് കൊടുക്കാം. ഈ എം ജിക്ക് പുറമെ ഇവിടെ ഒരു റിയാക്ഷൻ ആക്ട് ചെയ്യുന്നുണ്ടല്ലേ. അപ്പോൾ ഏതൊരു ബോഡിയും ഒരു സർഫസിൽ വെച്ച് കഴിഞ്ഞാൽ ആ സർഫസിന് പെർപെൻഡിക്കുലറായിട്ട് അപ്വേർഡ് ഡയറക്ഷനിലായിരിക്കും റിയാക്ഷൻ. അപ്പം ഞാനിവിടെ ഈ ഇൻക്ലൈൻഡ് സർഫസിന് പെർപെൻഡിക്കുലറായിട്ട് അപ്വേർഡ് ഡയറക്ഷനിൽ റിയാക്ഷൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് നോക്കാം. ഈ ആംഗിൾ തീറ്റ ആണെങ്കിൽ എം ജിയും റിയാക്ഷൻ്റെ ഡയറക്ഷനുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിളും തീറ്റ ആയിരിക്കും. നമുക്ക് എം ജിയെ സ്പ്ലിറ്റ് ചെയ്ത് 2 കമ്പോണൻസ് ആക്കാൻ പറ്റും. എം ജി കോസ് തീറ്റ, റിയാക്ഷന് ഓപ്പോസിറ്റായിട്ട് എം ജി കോസ് തീറ്റ വരുന്നുണ്ട്. ഇനി അതിന് പെർപെൻഡിക്കുലറായിട്ട് കണ്ടോ, അവിടെ നമുക്ക് ഈ എം ജിയെ സ്പ്ലിറ്റ് ചെയ്ത് എം ജി സൈൻ തീറ്റ എന്ന് കൊടുക്കാൻ പറ്റും. സോ ഒരു ഇൻക്ലൈൻഡ് പ്ലെയിനിൽ ഒരു ബോഡി പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബോഡിയുടെ വെയിറ്റ് വെർട്ടിക്കലി ഡൗൺവേർഡ് ഡയറക്ഷനിലുണ്ട്. അവിടെ ആംഗിൾ ഓഫ് ഇൻക്ലിനേഷൻ തീറ്റ ആണെങ്കിൽ വെയിറ്റിനെ സ്പ്ലിറ്റ് ചെയ്ത് 2 കമ്പോണൻസ് ആക്കാൻ പറ്റും. എം ജി കോസ് തീറ്റ ബാലൻസസ് റിയാക്ഷൻ അല്ലേ. എം ജി സൈൻ തീറ്റ ഇൻക്ലൈൻഡ് പ്ലെയിനിൻ്റെ സർഫസിലൂടെ ഡൗൺവേർഡ് ഡയറക്ഷനിലാണ് ആക്ട് ചെയ്യുന്നത്. കണ്ടോ, സർഫസിലൂടെ ഡൗൺവേർഡ് ഡയറക്ഷൻ. ഈ എം ജി സൈൻ തീറ്റ ഡൗൺവേർഡ് ഡയറക്ഷനിലുള്ളത് കൊണ്ട് തന്നെ ബോഡിയെ താഴോട്ട് മൂവ് ചെയ്യാനുള്ള ടെൻഡൻസി കാണും. എം ജി സൈൻ തീറ്റയാണ് ഇൻക്ലൈൻഡ് പ്ലെയിനിലെ ബോഡിയെ ഡൗൺവേർഡ് ഡയറക്ഷനിലേക്ക് കൊണ്ടുപോകുന്ന ഫോഴ്സ്. ഏതാണ്? എം ജി സൈൻ തീറ്റ. ഇൻക്ലൈൻഡ് പ്ലെയിനുമായി റിലേറ്റ് ചെയ്ത് വരുന്ന പ്രോബ്ലംസ് ചെയ്യുമ്പോൾ ഓർത്തിരിക്കേണ്ട പ്രധാന കാര്യങ്ങൾ നോക്കാം. ഇൻക്ലൈൻഡ് പ്ലെയിൻ തന്നെ നമുക്ക് 2ആയിട്ട് തരംതിരിക്കാൻ പറ്റും. സ്മൂത്ത് ഇൻക്ലൈൻഡ് പ്ലെയിൻ ആൻഡ് റഫ് ഇൻക്ലൈൻഡ് പ്ലെയിൻ. സ്മൂത്ത് പ്ലെയിൻ എന്ന് പറയുമ്പോൾ സർഫസിലൂടെ ബോഡി മൂവ് ചെയ്യുമ്പോൾ ഫ്രിക്ഷൻ ഇല്ല എന്നാണ് അതിൻ്റെ മീനിങ്. ഫ്രിക്ഷൻ ഇല്ലാതെ വളരെ സ്മൂത്തായിട്ടുള്ള ഒരു ഇൻക്ലൈൻഡ് പ്ലെയിൻ. അപ്പോൾ അവിടെ അപ്വേർഡ് മോഷൻ ആയാലും ഡൗൺവേർഡ് മോഷൻ ആയാലും, പ്ലെയിനിലൂടെ ബോഡി മുകളിലേക്ക് പോയാലും താഴോട്ട് വന്നാലും ആക്സിലറേഷൻ ഓഫ് ദി ബോഡി എ ഇസ് ഈക്വൽ ടു ജി സൈൻ തീറ്റ ആയിരിക്കും. ഒരൊറ്റ ഫോമുല നിങ്ങളപ്പോൾ ഓർത്ത് വയ്ക്കുക. സ്മൂത്ത് ഇൻക്ലൈൻഡ് പ്ലെയിൻ ആണെങ്കിൽ വേറൊന്നും ആലോചിക്കാനില്ല, ആക്സിലറേഷൻ എ ഈക്വൽ ടു ജി ഇൻറ്റു സൈൻ തീറ്റ. ഇനി നമുക്കൊരു റഫ് പ്ലെയിൻ എടുക്കാം. റഫ് പ്ലെയിനിലൂടെ ബോഡി ഡൗൺവേർഡ് ഡയറക്ഷനിൽ മൂവ് ചെയ്യുന്നു. ആ കണ്ടീഷൻ മാത്രമാണ് നോക്കുന്നത്. പ്ലെയിൻ ഇൻക്ലൈൻഡ് പ്ലെയിൻ ഇസ് റഫ് ആൻഡ് ദി ബോഡി ഈസ് മൂവിങ് ഇൻ ദി ഡൗൺവേർഡ് ഡയറക്ഷൻ. നമുക്കറിയാം എം ജി സൈൻ തീറ്റ ഡൗൺവേർഡ് ഡയറക്ഷനിൽ ഒരു ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്. ബോഡി ഡൗൺവേർഡ് ഡയറക്ഷനിൽ വരുന്നത് കൊണ്ട് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഫ്രിക്ഷണൽ ഫോഴ്സ് കാണും. അപ്പോൾ ഇവിടെ ആക്സിലറേഷൻ കണ്ടുപിടിക്കുമ്പോൾ നിങ്ങൾക്കറിയാം ടോട്ടൽ ഫോഴ്സ് ബൈ മാസ് എന്നാണ്, ടോട്ടൽ മാസ് എന്നാണ് എടുക്കേണ്ടത്. ആക്സിലറേഷൻ എ ഇസ് ഈക്വൽ ടു ടോട്ടൽ ഫോഴ്സ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? എം ജി സൈൻ തീറ്റ താഴോട്ട് ആക്ട് ചെയ്യുന്നുണ്ട്, ഫ്രിക്ഷൻ മുകളിലേക്ക്. സോ എം ജി സൈൻ തീറ്റ മൈനസ് ഫ്രിക്ഷണൽ ഫോഴ്സ് ഡിവൈഡഡ് ബൈ എം. ഇനി ഫ്രിക്ഷണൽ ഫോഴ്സ് എഫ് കണ്ടുപിടിക്കേണ്ട ഫോർമുല എഫ് ഇസ് ഈക്വൽ ടു മ്യൂ ഇൻറ്റു ആർ എന്നാണ്. കോയിഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻ ഇൻറ്റു നോർമൽ റിയാക്ഷൻ എന്നാണ് എടുക്കേണ്ടത്. കോയിഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻ ഇൻറ്റു നോർമൽ റിയാക്ഷൻ. നോർമൽ റിയാക്ഷൻ നോക്ക്, ആറിനെ ബാലൻസ് ചെയ്യുന്ന ഫോഴ്സ് എം ജി കോസ് തീറ്റയാണ്. ആറിനെ ബാലൻസ് ചെയ്യുന്നത് എം ജി കോസ് തീറ്റ. അപ്പോൾ
ഫ്രിക്ഷണൽ ഫോഴ്സ് കണ്ടുപിടിക്കാൻ വേണ്ടി മ്യൂ ഇൻറ്റു ആർ എന്നെടുക്കണം. അതിൽ മ്യൂ ഇൻറ്റു ആറിന് പകരം നമുക്ക് എന്തെടുക്കാം? എം ജി കോസ് തീറ്റ. ആർ എം ജി കോസ് തീറ്റ ആയിട്ട് എടുക്കുക. അതിനോടൊപ്പം മ്യൂവും കൂടെ ചേർക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നു ഫ്രിക്ഷണൽ ഫോഴ്സ്. സോ ആക്സിലറേഷൻ എ ഇസ് ഈക്വൽ ടു എം ജി സൈൻ തീറ്റ മൈനസ് എഫിൻ്റെ പ്ലേസിൽ നമുക്ക് എന്ത് കൊടുക്കാം? മ്യൂ ഇൻറ്റു ആറിന് പകരം എം ജി കോസ് തീറ്റ. ഇനി എം ക്യാൻസൽ ചെയ്യാൻ പറ്റും. എം ക്യാൻസൽ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നു ജി സൈൻ തീറ്റ മൈനസ് മ്യൂ ജി കോസ് തീറ്റ. അതിൽ നിന്ന് ജി കോമൺ എടുത്ത് കഴിയുമ്പോൾ എ ഈക്വൽ ടു ജി ഇൻറ്റു സൈൻ തീറ്റ പ്ലസ് മ്യൂ കോസ് തീറ്റ എന്ന് കിട്ടുന്നു. അപ്പോൾ ഇത്രയും പറഞ്ഞെങ്കിലും നിങ്ങൾ ഓർത്ത് പഠിച്ചു വെക്കേണ്ട ഫോർമുല എന്താണ്? ആക്സിലറേഷൻ എ ഇസ് ഈക്വൽ ടു ജി ഇൻറ്റു സൈൻ തീറ്റ മൈനസ് മ്യൂ കോസ് തീറ്റ. എ ഇസ് ഈക്വൽ ടു ജി ഇൻറ്റു സൈൻ തീറ്റ മൈനസ് മ്യൂ കോസ് തീറ്റ. മ്യൂ കോയിഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷനും തീറ്റ ഇൻക്ലിനേഷനാണ്, പ്ലെയിൻ്റെ ഇൻക്ലിനേഷനുമാണ്. സോ ഒരു റഫ് പ്ലെയിനിലൂടെ ബോഡി ഡൗൺവേർഡ് ഡയറക്ഷനിൽ മൂവ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഓർത്ത് വെക്കേണ്ട ഫോർമുല എന്താണ്? എ ഇസ് ഈക്വൽ ടു ജി ഇൻറ്റു സൈൻ തീറ്റ മൈനസ് മ്യൂ കോസ് തീറ്റ. അടുത്തതായി നമുക്ക് നോക്കേണ്ടത് വളരെ പ്രധാനപ്പെട്ട നീറ്റിന് എപ്പോഴും ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ഒരു ഭാഗമാണ്. അതായത് ഇൻക്ലൈൻഡ് പ്ലെയിൻ ഈസ് ഗിവൺ എ ഹൊറിസോണ്ടൽ ആക്സിലറേഷൻ ബി. അതായത് ഇതുവരെ നോക്കിയതിൽ ബ്ലോക്കാണ് മൂവ് ചെയ്യുന്നത് ഇൻക്ലൈൻഡ് പ്ലെയിനിലൂടെ. ഇപ്പോൾ ആ ഇൻക്ലൈൻഡ് പ്ലെയിൻ ആസ് എ ഹോൾ ഈസ് മൂവിങ് വിത്ത് ആക്സിലറേഷൻ ബി. ആ കേസിൽ നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ ഞാൻ ഫിഗറിൽ ബാക്കി എം ജി ഡൗൺവേർഡ് ഡയറക്ഷനിൽ ആക്ട് ചെയ്യുന്നതും ബാക്കി കാര്യങ്ങളൊന്നും കാണിച്ചിട്ടില്ല, അതെല്ലാം ഉണ്ട്. ഞാനിപ്പോൾ ആ ആക്സിലറേഷൻ ബി കൊടുത്തത് എന്തൊക്കെ ചേഞ്ചസ് വരുത്തുന്നു എന്ന് മാത്രമാണ് ഈ ഫിഗറിൽ കാണിച്ചിട്ടുള്ളത്. ബി ആക്സിലറേഷൻ കൊടുത്തു കഴിയുമ്പോൾ ബ്ലോക്കിനൊരു സ്യൂഡോ ഫോഴ്സ് എം ബി അതിലേക്ക് എക്സ്പീരിയൻസ് ചെയ്യും. ആ എം ബി ആ പ്ലെയിനിൻ്റെ സർഫസിൽ എം ബിക്ക് ഒരു കമ്പോണൻറ്റ് കാണും, എം ബി കോസ് തീറ്റ. അപ്പം നിങ്ങൾ ഇത്രയുമാണ് ഓർക്കേണ്ടത്. ആ പ്ലെയിനിലൊരു ബി ആക്സിലറേഷൻ കൊടുത്തു കഴിഞ്ഞാൽ ആ ബ്ലോക്കിൻ്റെ മാസ് എം ഇൻറ്റു ബി കോസ് തീറ്റ ഇൻക്ലൈൻഡ് പ്ലെയിനിലൂടെ അപ്വേർഡ് ഡയറക്ഷനിൽ ആക്ട് ചെയ്യും. സോ ആ ബ്ലോക്കിന് കിട്ടുന്ന ടോട്ടൽ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എം ജി സൈൻ തീറ്റ മൈനസ് എം ബി കോസ് തീറ്റ. ബി നമ്മൾ പ്ലെയിനിന് മൊത്തത്തിൽ കൊടുത്ത ആക്സിലറേഷനാണ്. സോ നമുക്ക് ആക്സിലറേഷൻ ഓഫ് ദി ബ്ലോക്ക് എ ഈക്വൽ ടു ജി സൈൻ തീറ്റ മൈനസ് ബി കോസ് തീറ്റ എന്നെടുക്കാം. വളരെ പ്രധാനപ്പെട്ടതാണ്. ജി സൈൻ തീറ്റ മൈനസ് ആ മൊത്തത്തിൽ കൊടുത്ത ആക്സിലറേഷൻ ബി ഇൻറ്റു കോസ് തീറ്റയാണ് ഇപ്പോൾ ബ്ലോക്ക് താഴോട്ട് മൂവ് ചെയ്യുന്ന ആക്സിലറേഷൻ. ഇനി ഈ ബ്ലോക്ക് താഴോട്ട് വരാതെ സ്ലൈഡ് ചെയ്യാതെ അവിടെ തന്നെ ഇരിക്കണമെങ്കിൽ എന്തായിരിക്കും നമ്മൾ ഈ കൊടുക്കേണ്ട ആക്സിലറേഷൻ ബി എന്ന് നോക്കാം. അപ്പോൾ ബ്ലോക്ക് അറ്റ് റെസ്റ്റ് ആണ്, ബ്ലോക്ക് മൂവ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാൽ എം ജി സൈൻ തീറ്റ ഇസ് ഈക്വൽ ടു എം ബി കോസ് തീറ്റ എന്നാണ് അതിൻ്റെ അർത്ഥം. എം ജി സൈൻ തീറ്റ ഡൗൺവേർഡ് ഫോഴ്സ് ഇസ് ഈക്വൽ ടു എം ബി കോസ് തീറ്റ അപ്വേർഡ് ഫോഴ്സ്. ദെൻ എം ജി സൈൻ തീറ്റ ഈക്വൽ ടു എം ബി കോസ് തീറ്റ. അതിൽ നിങ്ങൾക്ക് എഴുതാം ബി ഈക്വൽ ടു ജി സൈൻ തീറ്റ ബൈ കോസ് തീറ്റ എന്ന് വരും, ജി ടാൻ തീറ്റ. അപ്പം നിങ്ങൾ ഇത് തന്നെ ഓർത്ത് വെച്ചാൽ മതി. ഒരു പ്ലെയിനിന് മൊത്തത്തിലൊരു ആക്സിലറേഷൻ കൊടുത്തു കഴിഞ്ഞാൽ ആ ആക്സിലറേഷൻ ബി ഈസ് ഈക്വൽ ടു ജി ടാൻ തീറ്റ ആയിരിക്കും. എപ്പോഴാണ് ബ്ലോക്ക് സ്ലൈഡ് ചെയ്യുന്നില്ല, റെസ്റ്റിലിരിക്കണമെങ്കിൽ കൊടുക്കേണ്ട ഫോഴ്സ് എന്നാണ് ക്വസ്റ്റ്യൻ എങ്കിൽ ജി ടാൻ തീറ്റ ആയിരിക്കും. ഇനി ബ്ലോക്ക് മൂവ് ചെയ്യുന്നു എങ്കിൽ അതിൽ ആക്ട് ചെയ്യുന്ന ആക്സിലറേഷൻ ജി സൈൻ തീറ്റ മൈനസ് ബി കോസ് തീറ്റ ആയിരിക്കും. വളരെ പ്രധാനപ്പെട്ടതാണ്, ഓർത്തു വയ്ക്കാം. ഇനി നോക്കാം റഫ് പ്ലെയിൻ അപ്വേർഡ് മോഷൻ. അപ്പോൾ അപ്വേർഡ് മോഷൻ ആകുമ്പം ബോഡി നമുക്ക് അപ്വേർഡ് ഡയറക്ഷനിൽ മൂവ് ചെയ്യിക്കണം. ഫ്രിക്ഷണൽ ഫോഴ്സ് ഡൗൺവേർഡ് ഡയറക്ഷനിലായിരിക്കും ആക്ട് ചെയ്യുന്നത്. എം ജി സൈൻ തീറ്റയും ഡൗൺവേർഡ് ഡയറക്ഷനിലുണ്ട്, ഫ്രിക്ഷൻ മ്യൂ ഇൻറ്റു ആറും ഡൗൺവേർഡ് ഡയറക്ഷനിലുണ്ട്. എന്തായാലും ഫോർമുല വളരെ സിമ്പിളാണ്. എ ഇസ് ഈക്വൽ ടു ജി ഇൻറ്റു സൈൻ തീറ്റ പ്ലസ് മ്യൂ കോസ് തീറ്റ. ബോഡി ഡൗൺവേർഡ് ഡയറക്ഷനിലേക്ക് വന്ന ഫോർമുല തൊട്ട് മുമ്പ് കണ്ടത് സൈൻ തീറ്റ മൈനസ് മ്യൂ കോസ് തീറ്റ ആയിരുന്നു. ഇവിടെ എന്ത് വരുന്നു? എ ഈക്വൽ ടു ജി ഇൻറ്റു സൈൻ തീറ്റ പ്ലസ് മ്യൂ കോസ് തീറ്റ. ഇന്ന് പഠിച്ച പ്രധാന കാര്യങ്ങളെന്ന് പറയുന്നത് ഇൻക്ലൈൻഡ് പ്ലെയിൻ സ്മൂത്ത് പ്ലെയിൻ ആണെങ്കിൽ
എ ഈസ് ഈക്വൽ ടു ജി സൈൻ തീറ്റയാണ്. അത് അപ്വേർഡ് ഓർ ഡൗൺവേർഡ് മോഷൻ ആയാലും. ഇനി ഒരു ഇൻക്ലൈൻഡ് പ്ലെയിനിൽ ഡൗൺവേർഡ് മോഷനാണ് നടക്കുന്നതെങ്കിൽ എ ഈസ് ഈക്വൽ ടു, അതായത് റഫ് പ്ലെയിൻ, എ ഈസ് ഈക്വൽ ടു ജി സൈൻ തീറ്റ മൈനസ് മ്യൂ കോസ് തീറ്റ ആയിരിക്കും. ഇനി അതേ റഫ് പ്ലെയിനിൽ തന്നെ ബോഡി അപ്വേർഡ് ഡയറക്ഷനിൽ മൂവ് ചെയ്യുകയാണെങ്കിൽ എ ഈസ് ഈക്വൽ ടു ജി സൈൻ തീറ്റ പ്ലസ് മ്യൂ കോസ് തീറ്റ. ദെൻ ആ പ്ലെയിൻ ആസ് എ ഹോൾ ഇസ് മൂവിങ് വിത്ത് ആക്സിലറേഷൻ ബി ആണെങ്കിൽ ആ മാസ് അവിടെ തന്നെ ഇരിക്കണമെങ്കിൽ ബി ഈസ് ഈക്വൽ ടു ജി ടാൻ തീറ്റ ആയിരിക്കും. ഇനി മാസ് താഴോട്ട് മൂവ് ചെയ്യുകയാണെങ്കിൽ എ ഈസ് ഈക്വൽ ടു ജി സൈൻ തീറ്റ മൈനസ് ബി കോസ് തീറ്റ ആയിരിക്കും. അപ്പോൾ ഇൻക്ലൈൻഡ് പ്ലെയിനുമായി ബന്ധപ്പെട്ട് ബാക്കി നീറ്റിന് ഇതുവരെ ചോദിച്ച ക്വസ്റ്റ്യൻസുമായിട്ട് അടുത്തൊരു ക്ലാസ്സിൽ കാണാം. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.